اللهم صل على سيدنا محمد الفاتح لما خلق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله وصحبه وسلم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على نبيه الأمين وعلى آله وصحبه المهيمنين. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. صدق الله العلي العظيم. سيد الرسل قدره معلوم وأين منه المسيح وأين الكليم وأين نوح وأين إبراهيم وكلهم عن درجه مفتوم فعليه الصلاة والتسليم. ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, കാരണവന്മാരെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സ്നേഹമുള്ള മുതഅല്ലിമുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പവിത്രമായ രാത്രികളുടെയും പകലുകളുടെയും സാഅത്തുകളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്കും ബന്ധപ്പെട്ടവർക്കും ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരുമാറാവട്ടെ. ഈമാൻ അല്ലാഹു സലാമത്തിലാക്കി തരട്ടെ. നമ്മിൽ നിന്ന് സ്വാലിഹാത്തുകളെയും പ്രാർത്ഥനകളെയും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന, നമ്മളിൽ നിന്നും വേണ്ടപ്പെട്ടവരിൽ നിന്നും മരണപ്പെട്ടു പോയ ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. അവരുടെയൊക്കെ അർവാഹികളിലേക്കും അവരുടെയൊക്കെ സമക്ഷങ്ങളിലേക്കും ഈ സദസ്സിൽ നിർവഹിക്കപ്പെടുന്ന മുഴുവൻ അഅ്മാലുകളുടെയും സവാബുകളെ അല്ലാഹു തആല അൻവാറുകളായി എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ദീർഘിപ്പിക്കുന്നില്ല. ഒന്ന് പൊന്തിച്ചാൽ മതി. മറ്റൊന്ന് നീക്കാൻ മതി. ഇവിടെ സംസാരിക്കാൻ ഒരുപാട് വാക്കവിമാരും അതുപോലെ ദാരിമിമാരും സഖാഫിമാരും അൻവരിമാരും ഒക്കെ ഉണ്ട്. ഇതെന്തൊരു തർത്തീബ് പോരാ. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഒതുക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒരുമിച്ച് കൂടിയാൽ നബിതങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറയുക എന്നത് ഉമ്മത്തിൻ്റെ കടമയാണ്. റബീഉൽ അവ്വൽ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖസായിസുകളും ശമായിലുകളും സമൂഹത്തിനെ അറിയിച്ചു കൊടുക്കുകയും പറഞ്ഞു കൊടുക്കുകയും ആ നബിതങ്ങളിലേക്ക് ആളുകളെ ആകൃഷ്ടരാക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം, കർത്തവ്യം ഉമ്മത്തീങ്ങളായ നമ്മളിലുണ്ട്.
നമ്മൾക്കൊക്കെ അള്ളാഹു വ്യത്യസ്തമായ ഒരുപാട് നിഅമത്തുകൾ നൽകിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യമാണെങ്കിലും നമ്മുടെ ആഫിയത്തും സ്വന്തമായ കാര്യങ്ങൾ മറ്റൊരാളോട് ആവശ്യപ്പെടാതെ തന്നെ ചെയ്യാനുള്ള സൗകര്യങ്ങളും, അതുപോലെ ഒരുപാട് വിജ്ഞാനങ്ങളും അറിവുകളും ഇബാദത്ത് ചെയ്യാനുള്ള സൗകര്യങ്ങളും സമ്പത്തും വീടുകളും വാഹനങ്ങളും വ്യത്യസ്തമായ നിഅമത്തുകൾ അല്ലാഹു തആല നമുക്ക് നൽകി. ആ നിഅമത്തിനൊക്കെ നമ്മൾ ശുക്ർ ചെയ്യണം. നിഅമത്തിന് ശുക്ർ ചെയ്യൽ അത് സുന്നത്തൊന്നുമല്ല, ബിദ്അത്ത് ഹസനത്തും അല്ല, മുസ്തഹബത്തല്ല. നിഅമത്തിന് ശുക്ർ ചെയ്യൽ വാജിബ. ജമ്മൽ ജവാമിയിലൊക്കെ പറഞ്ഞത് അങ്ങനെയാണ്. ശുക്റുൽ മുൻഇമി വാജിബുൻ എന്നാണ്. ശുക്റുൽ മുൻഇമി വാജിബ്. അല്ലാഹു തആലയാണ് യഥാർത്ഥത്തിൽ നിഅമത്ത് ചെയ്തവൻ. നേരത്തെ പറഞ്ഞ എണ്ണിപ്പറഞ്ഞ എല്ലാ നിഅമത്തുകളും ഭൗതികമാണെങ്കിലും അഭൗതികമാണെങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ നിഅമത്ത് അല്ലാഹു തആല തന്നിട്ടുണ്ടോ അതെല്ലാം മൂല കാരണം ഒരു വലിയ നിഅമത്താണ്. നിഅമത്തുൻ ഉളുമ. നബിയുനാ റസൂലുള്ളാഹി ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻഹും. അവരിൽ നിന്ന് അവരുടെ സ്വന്തത്തിൽ നിന്നൊരു പ്രവാചകനെ നിയോഗിക്കുക വഴി, അവർക്ക് അയച്ചു കൊടുക്കുക വഴി അല്ലാഹു തആല മുഅ്മിനീങ്ങളുടെ മേൽ വലിയ നിഅമത്താണ് ചെയ്തിട്ടുള്ളത്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പൊ പ്രവാചകനെ അയച്ചു കൊടുത്തത് മുഅ്മിനീങ്ങൾക്ക് മാത്രമല്ലല്ലോ, ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കുമാണ്, സകല സൃഷ്ടികൾക്കുമാണ്. എന്നാൽ ആ നിഅമത്തിനെ നിഅമത്തായി മനസ്സിലാക്കി ആ നിഅമത്തിനെ ആദരിക്കുകയും, ആരാധിക്കല്ല, ആദരിക്കുകയും ബഹുമാനിക്കുകയും ആ നിഅമത്ത് ചെയ്തു തന്ന റബ്ബ് തആലാക്ക് ശുക്ർ ചെയ്യുകയും ആ ശുക്ർ കൊണ്ട് ഇന്തിഫാ ചെയ്യുകയും ചെയ്യുക എന്നത് അത് മുഅ്മിനീങ്ങളെ കൊണ്ട് മാത്രം ഖാസാണ്. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഖുർആനെ കുറിച്ച് അല്ലാഹു തആല മുത്തഖീങ്ങൾക്ക് ഹുദ എന്നാ പറഞ്ഞത്. മുത്തഖീങ്ങൾക്ക് എന്തിനാണ് ഹുദയാകുന്നത്? അവർ മുത്തഖീങ്ങളല്ലേ. മുത്തഖീങ്ങളല്ലാത്ത ആളുകൾക്കാണല്ലോ ഖുർആൻ ഹുദയാകേണ്ടത്. അവിടെ മുത്തഖീന എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെ ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന എന്ന് പറഞ്ഞത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന നിഅമത്തിന്റെ വലിപ്പം മനസ്സിലാക്കി ആ നബി തങ്ങളാകുന്ന നിഅമത്തിലേക്ക് അല്ലാഹു തആലാക്ക് ശുക്ർ ചെയ്യൽ കൊണ്ട് അതിന് രംഗത്ത് വരികയും അതുകൊണ്ട് ആത്മീയമായി ഒരുപാട് ഉപകാരങ്ങൾ കിട്ടുകയും ചെയ്യുക അത് മുഅ്മിനീങ്ങൾക്കാണ്. അവർക്കാണ് അതുകൊണ്ട് ഇന്തിഫാ ഉണ്ടാവും. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനമാകുന്ന റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ നമ്മളെല്ലാവരും ഒന്ന് ചടകുടഞ്ഞ് എഴുന്നേറ്റ് നമ്മൾ അതിനു വേണ്ടി റസൂലുള്ളാഹി തങ്ങളെ ഓർക്കാൻ വേണ്ടി കണ്ട് നമ്മൾ ഒരുങ്ങുന്ന ഒരു മാസമാണ് റബീഉൽ അവ്വൽ മാസം. നമ്മളെല്ലാവരും അപ്പം മാത്രമാണ് അതിന് ഒരുങ്ങണേ. അരങ്ങ് കെട്ടിയിട്ടും കൊടി മുറിച്ചിട്ടും ജാഥ പോയിട്ടും ചോറുണ്ടാക്കിയിട്ടും മൗലൂദ് ഓതിയിട്ടും നമ്മൾക്ക് ആ ഒരു മാസത്തിൽ അതുമായി ബന്ധപ്പെട്ട് വലിയ തിരക്കുകളാണ്. അതാണ് കഴിഞ്ഞാൽ പിന്നെ റബീഉൽ അവ്വൽ മാസമാണ് കഴിഞ്ഞാൽ പിന്നെ നമ്മളടുത്ത് അങ്ങനെ ഒരു ലോകമേ ഇല്ല. അത്തരം പിടിക്കാരുമായിരിക്കും. നമുക്ക് പുറത്തുനിന്ന് ഇങ്ങനെ കാർ നിർത്തിക്കാണ്ട് വണ്ടി നിർത്തി ബസ്സിന്ന് ഇറങ്ങിക്കാണ്ട് അല്ലെങ്കിൽ ബസ്സെടുത്ത് വിളിച്ച് ഇടങ്ങാറായിങ്ങാണ്ട് റോട്ടുമെന്ന് കയറി നമ്മൾ ഒരു അത്തറ് കടയൊക്കെ എന്നാൽ നമുക്ക് ഭയങ്കര വാസന ചെല്ലുമ്പോൾ
വ്യത്യസ്തമായ നൂറുകണക്കിന് നല്ല നല്ല അത്തറുകൾ ഊതാണെങ്കിലും എംബറാണെങ്കിലും മിസ്കാണെങ്കിലും ദേഫറാണെങ്കിലും മറ്റുള്ളതാണെങ്കിലും ഏതാണെങ്കിലും അതിങ്ങനെ നല്ല അടിച്ചു വീശു അതിൻ്റെ ഉള്ളിൽ. എന്നാൽ അവിടെ വിറ്റുകൊണ്ടിരിക്കുന്ന ആൾക്ക് ഒരു വാസന ഉണ്ടാവില്ല. അയാൾക്ക് അതിനായിട്ടൊരു പ്രത്യേകമായിരിക്കുന്ന ഒരു വാസന, ഒരു അനുഭവം ഒന്നും ശാരീരികമായോ മാനസികമായിട്ടോ ഒന്നും ഉണ്ടാവില്ല. എന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു റബീഉൽ അവ്വൽ വരണമെന്നൊന്നുമില്ല. അവർ എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന നിഅമത്തിനെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയും അല്ലാഹു തആലക്ക് അതിന് ശുക്ർ ചെയ്തുകൊണ്ടുകയും ഇരിക്കുകയാണ്. എല്ലാ സദാസമയങ്ങളിലും അവർ റസൂലുള്ളാഹി തങ്ങളാകുന്ന നിഅമത്തിനെ അനുഭവിച്ചു കൊണ്ടിരിക്കുക. നമുക്ക് ഈ അനുഭവം ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എത്ര വലിയ മഹാന്മാരായ ആളുകൾ നമ്മളോട് നബി തങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞാലും നമ്മളെ ചുണ്ടൊന്നും അളകൂല സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമ്മൾ പറയില്ല, നമ്മളെടുത്തുനിന്ന് വരൂല. കാരണം അത് നമ്മളെ കൽബി ഹബ്ബത്തും ഫീ ലുബ്ബി കൽബി എന്ന് പറയാം. എൻ്റെ മഹബത്ത് എന്ന് പറഞ്ഞത് കൽബിൻ്റെ ഉള്ളിൽ ഒരു ലുബ്ബായി മാറണം. അതില്ലാത്തോടത്തോളം കാലം നമുക്ക് ആർക്കും വരൂല. ഇപ്പൊ നിങ്ങളാരേലും പ്രസംഗിച്ചാണ് ഞാൻ കേട്ടുത്തിരിക്കുകയാണെങ്കിൽ എൻ്റെ തൊള്ളി ഇങ്ങനെ കൂട്ടിവെച്ചുകൊണ്ടാണ് ഇക്കാരം. ഞാൻ പറയുമ്പോൾ നിങ്ങളിതും അങ്ങനെ തന്നെയാണ് ഇക്കാരം. അത് എൻ്റെ കുറ്റവും അല്ല, നിങ്ങളെ തകരാറും അല്ല, അത് രണ്ടുമല്ല. നമ്മൾക്ക് എപ്പോഴെങ്കിലും അതിന് ഓർമ്മ വരുള്ളൂ. സ്വഹാബാക്കളിൽ തന്നെ പല ആളുകളും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തുറന്ന് പറഞ്ഞല്ലോ. നബി തങ്ങളോട് തന്നെ പറഞ്ഞല്ലോ, നിങ്ങളെടുത്തുനിന്ന് പോയാൽ പിന്നെ നിങ്ങളെ കുറിച്ചൊരു ബോധം ഞങ്ങൾക്കില്ല. നിങ്ങളെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഉണ്ട്, ഇവിടുന്ന് പോയാൽ പിന്നല്ല എന്ന് പറഞ്ഞല്ലോ. അപ്പൊ സ്വാലിഹീങ്ങളായിരിക്കുന്ന യാക്കൂത്തുൽ ഉർസിനെ പോലെയുള്ള, ബഹുമാനപ്പെട്ട ഇമാം ഷാദുലിയെ പോലെയുള്ള, ബഹുമാനപ്പെട്ട അഹ്മദ് തിജാനി തങ്ങളെ പോലെയുള്ള, അതുപോലെ തന്നെ അനാബലസിയെ പോലെയുള്ള, അബുൽ അബ്ബാസുൽ മുർസിയെ പോലെയുള്ള, ബഹുമാനപ്പെട്ട ഉമറുൽ ഫാരിദിനെ പോലെയുള്ള മഹത്തുക്കളായ ആളുകൾ അവരെ കുറിച്ച് നിഫാക്ക് കൊണ്ട് ഹുക്മ് ചെയ്യുന്നു. ചില ആളുകൾ അവരെ കുറിച്ച് ഫിസ്ക് കൊണ്ട് ഹുക്മ് ചെയ്യുന്നു, ഫാസിക്കാണ് എന്ന് ഹുക്മ് ചെയ്യുന്നു. ചില ആളുകൾ അവരെ ഈമാനിൽ നിന്ന് തന്നെ അവർ പുറത്തുപോയതായി അവരെ കുറിച്ച് നിഗമനിക്കുന്നു. എപ്പോഴാണത്? അവരുടെ ചിന്തയിൽ, അവരുടെ ബോധത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇല്ലാതിരുന്നാൽ, ഏതെങ്കിലും 24 മണിക്കൂറിന്റെ ഉള്ളിൽ നബി തങ്ങൾ ആകുന്ന ആ ചിന്ത അവരെ മനസ്സിൽ നിന്ന് പോയോ, അവരെ കുറിച്ച് സ്വയം ഹുക്മ് ചെയ്യാണ്, ഞാൻ മുനാഫിഖാണ്, ഞാൻ ഫാസിഖാണ്, ഞാൻ ഖാരിജുൻ അനിൽ ഈമാനി, ഞാൻ ഈമാനിൽ നിന്ന് പുറത്താണ് എന്ന് അവർ ഹുക്മ് ചെയ്യും എന്ന് പണ്ഡിതന്മാർ പറയുന്നു. അപ്പോൾ എത്രമാത്രം അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആലയെ കുറിച്ച് ചിന്തിച്ചിട്ടില്ലെങ്കിലല്ല ഈ പറഞ്ഞു, അല്ലാഹു തആലയെ കുറിച്ച് ആലോചിച്ചിട്ടില്ലെങ്കിലല്ല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവരുടെ കാഴ്ചയിൽ നിന്ന്, യഖ്ളത്തിൽ തന്നെ, മനാമിലല്ല, യഖ്ളത്തിൽ തന്നെ അവരുടെ കാഴ്ചപ്പാടിൽ നിന്ന് റസൂലുള്ളാഹി തങ്ങൾ മറഞ്ഞാൽ അദ്ദൗ അൻഫുസഹും മുനാഫിഖീന, അവരുടെ ശരീരങ്ങളെ നിഫാഖിന്റെ നഫ്സുകളായി അവർ കണക്കൂട്ടപ്പെടുന്നു. അത് അള്ളാഹുവിന്റെ ആരിഫീങ്ങളായ ഔലിയാക്കളുടെ സ്വാലിഹീങ്ങളുടെ അവസ്ഥ. അവർ എപ്പോഴും മഹബത്തിലും അവർ എപ്പോഴും ആ നിഅമത്തിനെ ആസ്വദിക്കുന്നതിലുമായതുകൊണ്ട് അവർക്കൊരു റബീഉൽ അവ്വൽ വരുമ്പോൾ മാത്രം ഒന്നും ഇങ്ങനെ ഒരു തഹറുക്ക് ഉണ്ടാവില്ല, ഒരു ചലനം ഉണ്ടാവില്ല. ബഹുമാനപ്പെട്ട മഹത്തുക്കളിൽപ്പെട്ട മഹാന്മാരിൽപ്പെട്ട ഒരു വലിയ മഹാനും അദ്ദേഹത്തിന്റെ മുരീദുമാരും കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോയി. മദീനത്തേക്ക് സിയാറത്തിന് പോയിട്ട് മദീനത്തിൽ നിന്ന് അവിടെ എത്തി ആ കുബ്ബത്തുൽ ഖളറ, ആ പച്ചക്കുബ്ബ, അതിങ്ങനെ കാണുന്ന സ്ഥലത്തെത്തിയപ്പോൾ മഹാനവറുകൾ അവിടെ നിന്നു. ശിഷ്യന്മാരും മുരീദന്മാരും ഒക്കെ ഒപ്പുണ്ട്. ഓൽക്കൊന്നും തീർപ്പതിയായില്ല. അവിടെ നിന്ന് അവിടുന്ന് മാനസികമായ ചില മന്ത്രങ്ങളൊക്കെ ആ മഹാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി നടത്തി. കണ്ണൊക്കെ ഒന്ന് നനഞ്ഞു, അങ്ങനെ കണ്ണിൽ നിന്ന് ഒലിച്ച വെള്ളമൊക്കെ തോത്തി പിന്നാക്കം മടങ്ങി.
മുരീദന്മാർക്ക് അത് മതിയായില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു മക്കാമിൽ സിയാറത്തിന് പോയാൽ നമുക്ക് ഓരോ നടക്കുമ്പോൾ ആ പീസാക്കല്യന്മാർ കാര്യക്കണം, എന്നെങ്കിലും നമുക്ക് റാഹത്തിട്ടുള്ളൂ. അത് നമുക്കൂടെ ചവിട്ടി അരച്ചിട്ടൊക്കെ പോരണം, നിങ്ങളെ റാഹത്തിട്ടുള്ളൂ. സ്വാലിഹ്യങ്ങൾ അങ്ങനെയൊന്നും അല്ല. എത്രയോ മഹാന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവർ സിയാറത്തിന് വന്ന മമ്പറത്തൊക്കെ വന്ന ആ വലിയ വള്ളിൻ്റെ ആ റോട്ടിലുള്ള വള്ളിൻ്റെ ഒക്കെ അവിടെ വന്ന് നിന്നിട്ട് ഒരു സലാം പറഞ്ഞു കണ്ട് അങ്ങനെ പോടാണ് എന്നതുപോലെ ഇതൊക്കെ നമ്മൾ കാണുന്ന അനുഭവങ്ങളാണ്. അപ്പോ ഈ മഹാൻ ഇങ്ങനെ പിരിഞ്ഞു പോന്നപ്പോ ശിഷ്യന്മാർക്ക് വല്ലാത്തൊരു റായത്തായില്ല. കാരണം അവിടെ പോണം. ഇപ്പം നമ്മൾ മദീനത്തൊക്കെ പോയാണ്ടല്ലോ കുറെ ആൾക്കാർ ഇപ്പം അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കണമെങ്കിൽ പാസ് എടുക്കണം. അതിന് പാസ് എടുക്കാനായിട്ട് ഒരു 5-8 ആൾക്കാരെ ഏൽപ്പിച്ചേക്കും. ഞാൻ തന്നെ ഒരു 8 ആൾക്കാരെ ഏൽപ്പിച്ചേക്കാം. രാവിലെ പാസ് എടുത്ത് തരാൻ ബെൻ ഏൽപ്പിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ പാസ് എടുത്തെങ്കിലേ പറ്റുള്ളൂ. എന്തിനാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ആ മറ നീക്കിക്കാണ്ട് അനുവാദം കൊടുക്കുന്ന സമയത്ത് പായാണ് ഹലാക്കിന്റെ പാച്ചിൽ. സാധാരണ നമ്മളെ പള്ളിൻ്റെ ഉള്ളിൽ കൂടെ തക്ബീറത്തുൽ ഇഹ്റാമിനെ കിട്ടാൻ വേണ്ടി കണ്ടും കൂടി പായാൻ പാടില്ല, കറാത്താണെന്നാണ്. തക്ബീറത്തുൽ ഇഹ്റാം കിട്ടൂല എന്ന് കണ്ടാൽ പോലും ഓതുണ്ടാക്കിയാണ്ട് ഓതും കരക്കുന്ന ഉടുക്ക് പാടാൻ പായാൻ പാടില്ല. മിഹ്റാബിന്റെ ഭാഗത്തേക്ക് പള്ളിൻ്റെ ഉള്ളിൽ കൂടെ ഓടാൻ പാടില്ല, കറാഹത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിൽ താല്പര്യം കൊണ്ടാണ്, അവിടെ അടുത്ത് കിട്ടണം, അവിടെ ഇരിക്കണം എന്നുള്ളത് കൊണ്ടാണ്. അതായത് നമ്മളുടെ അറിവിൻ്റെ പരിമിതിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നമ്മൾ അറിഞ്ഞതിൻ്റെ അതിൻ്റെ ഖദറാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇവിടുന്ന് അനുഭവിക്കാൻ കഴിയും. ബഹുമാനപ്പെട്ട അഹ്മദ് റിഫായി റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു പൊടി മണ്ണ് വാരിയിട്ട് ഇങ്ങനെ ചുംബിച്ചു. അപ്പോൾ മഹാനവറുകളോട് ചോദിച്ചു, എന്താ ഇവിടുത്തെ മണ്ണ് വാരിയിട്ട് നിങ്ങൾ ചുംബിക്കുന്നത്? ഈ മണ്ണ് അങ്ങനെ പോയി അത് മദീനയിലെത്തൂലേ? ഈ മണ്ണ് തന്നെയാണല്ലോ. എങ്ങനെ ഇത്തിസാലായി കിടക്കുകയാണ്, ഗമ്മ് മുത്തസിലാണ്, ചേർന്ന് കിടക്കുകയാണല്ലോ ഈ മണ്ണ്. അപ്പോൾ അതാണ് സ്വാലിഹ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇവിടുന്ന് തന്നെ ഉണ്ടാക്കാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുഭവിക്കാൻ കഴിയും. നമുക്ക് അവിടെ പോയി എന്ന് തോന്നെങ്കിൽ എന്തു വേണം? ഈ സംഗതിമ കയറി കുത്തിരിക്കണം, എന്നെങ്കിലേ അവിടെ എത്തിയെന്നുള്ളേ നമുക്ക് തോന്നുള്ളൂ. ഇതാണ് ഓരോ നമ്മളായിട്ടുള്ള മാറ്റം. അപ്പൊ ആ മഹാൻ പറഞ്ഞു കൊടുത്ത ഉദാഹരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഏ ഉദാഹരണം? അത്തരകടിയിലുള്ള ആൾക്ക് എപ്പോഴും വാസന ഉണ്ടാവില്ല. ചോല അത് അനുഭവിച്ചുകൊണ്ടേ ഇരിക്കണേ. പെട്ടെന്ന് കാര്യം ചെല്ലുന്ന ആളുകൾക്ക് വലിയ മാറ്റങ്ങൾ ശാരീരികമായിട്ടൊക്കെ പ്രകടപ്പെടും. അപ്പൊ ആ നിഅമത്ത്, എല്ലാ നിഅമത്തിൻ്റെയും മൂല കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നിഅമത്തിന് ശുക്ർ ചെയ്യൽ വാജിബാണ്. എങ്ങനെയാണ് അതിനെ ശുക്ർ ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെട്ടു. സുഇലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെട്ടു അൻ സൗമി യൗമിൽ ഇസ്നൈനി, തിങ്കളാഴ്ച ദിവസത്തിലുള്ള നോമ്പിനെ കുറിച്ച് ചോദിക്കപ്പെട്ടു. ഫഖാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫീഹി ഉലിത്തു, ഫീഹി ഉലിത്തു, അതിലഞ്ഞപ്പെട്ട്, ഇന്നപ്പെറ്റ അയില എന്നല്ല, അയില അഞ്ഞപ്പെട്ട്. ഫീഹി ഉലിത്തു, ലർഫന തഖദീം ചെയ്തു. ഫീഹി ഉലിത്തു, ആ മറുപടിയിൽ ഒരു ശക്തി ഉണ്ട്. ഫീഹി ഉലിത്തു, അതിലാണ് എന്നെ പ്രസവിക്കപ്പെട്ടത്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ മറുപടി തന്നെ അങ്ങനെ. ആ നിഅമത്തിന് ശുക്ർ ചെയ്യൽ ആദ്യമായി ചെയ്യേണ്ടത് തിങ്കളാഴ്ചയിൽ നോൽബുൽക്കുലുമല്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നബുവത്തിന്റെ നാവിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യമാണ്. അതിനുള്ള ശുക്ർ, ഞാനാകുന്ന നിഅമത്തിനുള്ള ശുക്ർ, അത് പ്രഥമമായി ചെയ്യേണ്ടത്, പ്രധാനമായും ചെയ്യേണ്ടത് നോമ്പാണ്, തിങ്കളാഴ്ചയുടെ നോമ്പ്. യഥാർത്ഥത്തിൽ ഒരാളുടെ മനസ്സിൽ
മഹബത്ത് കയറിയാൽ, മഹബത്ത് വരിക എന്ന് പറഞ്ഞത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അത് ആരെങ്കിലും ഒരാളെ സ്നേഹിക്കാൻ ഒരാൾ പറഞ്ഞു എന്നിട്ട് സ്നേഹിക്കൂല. സ്നേഹിക്കുന്ന ഒരാളെ ജോനായിട്ട് സ്നേഹിക്കരുത് എന്ന് പറഞ്ഞാൽ അതിന് ഒഴിവാക്കാനും കഴിയൂല. ഇന്നിപ്പോൾ നമ്മളെ വർത്തമാനകാലം അതിന് ഒരുപാട് ഉദാഹരണങ്ങളാണ്. നമ്മളെ ചെറുപ്പക്കാർ പല പെൺകുട്ടികളെയും അവിടുന്നും ഇവിടുന്നും ഒക്കെ കണ്ട് അല്ലെങ്കിൽ ചാറ്റ് ചെയ്ത് കണ്ടൊക്കെ സ്നേഹിക്കുകയും എന്നിട്ട് അവസാനം ഉമ്മാരിയും പാപ്പാരിയും അടുത്തേക്ക് കൊണ്ടുവരികയും ഞാൻ അവളെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ അവൾ പറയുന്നു ഞാൻ ഇവനെ സ്നേഹിക്കുന്നു, ഞങ്ങൾക്ക് വേറിടാൻ കഴിയൂല എന്നൊക്കെ പറയുന്നു. അതൊക്കെ താൽക്കാലികം മാത്രമാണ്. അപ്പൊ അവരുടെ ഒരു ഇഖ്തിയാർ കൊണ്ട് അവനവന് വേണ്ടി അവർ തീരുമാനിച്ചാൽ നടക്കുന്ന ഒരു കാര്യമല്ല. ഒരാളെ സ്നേഹിക്കണം എന്നത് നാളെ മുതൽ അവനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ നടക്കും. അങ്ങനെ ഒരു സ്നേഹമില്ല. കാരണം സ്നേഹം എന്ന് പറഞ്ഞത്, മഹബത്ത് എന്ന് പറഞ്ഞത് ഖഹരിയാണ്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ അഖിലുകാർക്ക് പോലും കാണാൻ കഴിയാത്ത മഹാത്മ്യങ്ങൾ കാണാൻ മഹബത്തിന്റെ അഖിലുകാർക്ക് കഴിയും. ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ വലിയ മഹത്വമുള്ളതാണ്. പക്ഷെ അതുകൊണ്ട് എത്തുന്നതിലേറെ ഒരുപാട് ത്വാഅത്തുകളും ഇബാദത്തുകളൊക്കെ ചെയ്ത് കണ്ട് സ്വർഗത്തിൽ കിടക്കുന്ന ആളുകൾ അതൊന്നും ചെയ്യാതെ മഹബത്ത് കൊണ്ട് കിടക്കുന്നുണ്ട്. അപ്പോ സ്വാലിഹാത്തുകളെ മറികടക്കുന്ന ഒരു സ്വാലിഹത്താണ് മഹബത്ത് എന്ന് പറയുന്ന സാധനം. ഈ മഹബത്ത് യഥാർത്ഥത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ആസാറുകൾ, അതിൻ്റെ അലാമാത്തുകൾ, അതിൻ്റെ അടയാളങ്ങൾ വ്യത്യസ്തമായിരിക്കും. ലഹരി പലരിലും ഉണ്ടാക്കുക വ്യത്യസ്തമായ അടയാളങ്ങളെ. ചിലവർ സംസാരിക്കുകയാണെങ്കിൽ ചിലവർ ചിരിച്ചാണേക്കാരം, ചിലവർ ചിരിച്ചാണെങ്കിൽ ചിലവർ മോലോച്ചാണേക്കാരം, ചിലവർ അടങ്ങിയ ഒരു ഭാഗത്ത് കുത്തിരിക്കാണേക്കാരം, ചിലവർ ആകെ കച്ചറുണ്ടാക്കണേക്കാരം, പലമായിരിക്കണം. മഹബത്ത് അതാണ്. ലഹരിയുടെ ആസാർ അലാമാത്തുകൾ വ്യത്യസ്തമായതുപോലെ ഇതൊരു ലഹരിയാണ്. മഹബത്ത് എന്ന് പറഞ്ഞതിൻ്റെ ആസാറുകളും വ്യത്യസ്തമായിരിക്കും. ഇത് നമുക്ക് നോക്കിയാൽ കാണാം. ബഹുമാനപ്പെട്ട ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചവരിൽ ഏറ്റവും വലിയ ഒരു ഉദാഹരണം ബഹുമാനപ്പെട്ട ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു. മഹാനവറുകളുടെ ചരിത്രം വളരെ ദീർഘമാണ്. സ്വഹാബത്തിന്റെ ചരിത്രങ്ങൾ പറഞ്ഞുകൊടുത്തൊക്കെ എത്ര ചെറിയ ഒരു സ്വഹാബത്തിന്റെ ചരിത്രം മാത്രം ഒരുമിച്ച് കൂട്ടി രചിച്ച ഒരു ഗ്രന്ഥാണെങ്കിലും അതിൽ ബിലാൽ ബിൻ റബാഹിന്റെ ചരിത്രം ഇല്ലായിരിക്കില്ല, ഉറപ്പായിട്ടുണ്ടാവും. ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായതിന് ഉടനെ പിന്നെ മദീനത്ത് നിൽക്കാൻ കഴിയില്ല, മദീനെ കാണാൻ കഴിയുന്നില്ല, മദീനത്തെ പള്ളി കാണാൻ കഴിയില്ല. കുറെ കാലം ഭാഗം കൊടുത്ത പള്ളിയ, ഇക്കാമത്ത് കൊടുത്ത പള്ളിയ, നിസ്കരിച്ച പള്ളിയ. പക്ഷെ ആ പള്ളിനെ കാണാൻ ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹുവിന് കഴിയണില്ല. ആ പള്ളിക്ക് നിന്നൂടാ, ആ നാട്ടിൽ നിന്നൂടാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായതിനു ശേഷം ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു മദീന വിടുന്നു. മദീന വിട്ട് ഒരുപാട് ദൂരം യമനിന്റെയും ജോർഡാനിന്റെയും അതിർത്തിയിൽ ഒരു നാട്ടിൽ ചെന്നുകണ്ട് മഹാനവറുകൾ സ്ഥിരതാമസമാക്കുന്നു. അത് കാരണം ആ നാടിനേക്ക് ഖറിയത്തു ബിലാൽ ബിൻ റബാഹ്, ബിലാൽ ബിൻ റബാഹിന്റെ നാട് എന്ന പേരും കൂടി ആ നാടിന് വരികയാണ്. ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു അവിടെ ചെന്ന് അടിഞ്ഞുകൂടി. കുറെ കാലം കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനാമിൽ കാണുന്നു. ആ മനാമിൽ റസൂലുള്ളാഹി തങ്ങൾ ബിലാൽ തങ്ങളോട് ചോദിക്കുന്നു, ബിലാലെ എന്താണ് മദീന മറന്നുപോയോ? എന്റെ മദീനത്തേക്കൊന്ന് വരാത്തത്? നിങ്ങളും ഞാനുമൊക്കെ എങ്ങനെ കഴിഞ്ഞവരാണ്, എന്റെ നിങ്ങൾ പറ്റേ ഒഴിവാക്കിപ്പോയോ മദീന? ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു ആ മനാമിൽ നിന്ന് ഉണർന്നുകൊണ്ട് എത്രയും പെട്ടെന്ന് മദീനയിലേക്ക് പുറപ്പെടാൻ വേണ്ടി ഒരുങ്ങുന്നു. ബഹുമാനപ്പെട്ട ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു മദീനയിൽ വന്നു. മദീന കാണുമ്പോ ബഹുമാനപ്പെട്ടവർക്ക് കണ്ണ് നിറഞ്ഞൊലിക്കുകയാണ്. മനാമുണ്ടായത് കൊണ്ട് മാത്രമാണ് തിരിച്ചു വന്നത്. അവിടെ വന്നിട്ട് ബഹുമാനപ്പെട്ട സ്വഹാബാക്കൾ എല്ലാവരും പറഞ്ഞു നോക്കി ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ സംഭവം നമ്മൾ പലപ്പോഴും കേട്ടതാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബിലാൽ ബിൻ റബാഹ് തങ്ങളോട് പഠിച്ച പണി പറഞ്ഞു, നിങ്ങൾ ഇനി മദീന വിട്ട് പോകാൻ പാടില്ല, നിങ്ങൾക്ക് എന്ത് സൗകര്യങ്ങൾ വേണമെങ്കിലും ചെയ്തു തരാ, നിങ്ങൾക്ക് വീട് വേണോ വെച്ച് തരാ, സാമ്പത്തികമായി വല്ലതും വേണോ അതും ചെയ്തു തരാ, ഉപജീവന മാർഗത്തിന് ഖജനാവിൽ നിന്ന് വല്ലതും വേണോ അതും വകവെച്ച് തരാം.
അതുകൊണ്ട് മദീന ഇനി വിട്ടുപോകരുത് എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് വീണ്ടും പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, സിദ്ദീഖുൽ അഅ്ലം, നിങ്ങൾ എന്നെ ഉമയ്യത്തിന്റെ ആ അക്രമങ്ങളിൽ നിന്ന്, പീഡനങ്ങളിൽ നിന്ന് 5000 പൊന്നു കൊടുത്ത്, പല അഭിപ്രായങ്ങളും ഉണ്ട്, നിങ്ങൾ എന്നെ മോചിപ്പിച്ചത് ഞാൻ നിങ്ങളുടെ നാട്ടിൽ സ്ഥിരമായി നിൽക്കണം എന്ന താല്പര്യത്തിന് വേണ്ടിയാണോ? എങ്കിൽ ഞാൻ ഇവിടെ നിന്നുകൊള്ളാം. അതല്ല, നിങ്ങൾ അള്ളാഹുവിൻ്റെ വജ്ഹിനെ ഉദ്ദേശിച്ചുകൊണ്ടാണോ നിങ്ങൾ എന്നെ മോചിപ്പിച്ചത് എങ്കിൽ ഖല്ലി സബീലി, എൻ്റെ വഴി നിങ്ങൾ വിടണം, എന്നെ നിങ്ങൾ സ്വതന്ത്രനായി വിടണം. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഇതങ്ങോട്ട് പറഞ്ഞപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബിലാൽ തങ്ങളോട് പറയാണ്, എയിലമാണെങ്കിൽ പോയിക്കോ, എനിക്കൊരു പ്രശ്നമല്ല. ആരാ അങ്ങനെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി കൊണ്ട് ചെയ്തതല്ല, എയില പോയാലും കുഴപ്പമില്ല, ഞാൻ അള്ളാഹിന്റെ വജ്ഹിനെ മാത്രം ഉദ്ദേശിച്ച് ചെയ്തതാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ പ്രകടമായ ഉദാഹരണം അവിടെ നിൽക്കാൻ കഴിയുന്നില്ല, മദീനത്തേക്ക് നിൽക്കാൻ കഴിയില്ല, മദീനത്ത് കാണാൻ കഴിയില്ല, ആലോചിക്കാൻ കഴിയില്ല. അതാണ് അവരടയാളം. വേറൊരു ഉദാഹരണം, ബഹുമാനപ്പെട്ട ഇമാമുദാരിൽ ഹിജ്റ, ബഹുമാനപ്പെട്ട ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ വലിയ ബഹുമാനം ഉള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യവിശ്രമം കൊള്ളുന്ന മദീനയിലൂടെ ഇത്ര വയസ്സായിട്ട് പോലും ചെരുപ്പിട്ട് നടന്നിട്ടില്ല, ചെരുപ്പിട്ട് കാണ്ട് മദീനത്ത് കൂടെ നടന്നിട്ടില്ല. നമ്മളെ കൊണ്ട് പറ്റുമോ? ആ ബാത്റൂമിന്റെ കയ്യിലല്ല ആ ഗ്രാനൈറ്റുമ്പോ കൂടെ ചെരുപ്പില്ലാതെ നടക്കാൻ കഴിയൂല. അന്ന് ഗ്രാനൈറ്റും ചൂടൊന്നും ഇല്ല നിൽക്കുക, എന്നാലും എത്ര വയസ്സായ മനുഷ്യനാ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. മഹാനവറുകൾ ഒരിക്കൽ പോലും ചെരുപ്പിട്ട് കാണ്ട് നടന്നിട്ടില്ല, വാഹനപ്പുറത്ത് നടന്നിട്ടില്ല, വാഹനപ്പുറത്ത് ഇരുന്ന് കാണ്ട് ഒരു സ്വലാത്ത് പോലും റസൂലുള്ളാഹി തങ്ങളുടെ പേരിൽ ചൊല്ലിയില്ല. ചെല്ലാൻ പറ്റൂല എന്നാണ്. അതാണ് നമ്മളെ ജൗഹറത്തുൽ കമാൽ വാഹനത്തിൽ നിന്ന് ചെല്ലാൻ പറ്റൂല എന്നാണ്. വാഹനത്തിലാണെങ്കിൽ ജൗഹറത്തുൽ കമാലിന് പകരം സ്വലാത്തുൽ ഫാത്തിഹ 20 ചെല്ലണം എന്നാണ്. വാഹനത്തിൽ ഇരുന്നു കൊണ്ട് റസൂലുള്ളാഹി തങ്ങൾക്ക് സലാം പറയരുത്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിന്റെ അൽ ജൗഹറുൽ മുനല്ലം എന്ന് പറഞ്ഞൊരു ഗ്രന്ഥമുണ്ട്. ആ കിതാബിൽ പറയുന്നു, ബഹുമാനപ്പെട്ട മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം, വാഹനത്തിലൂടെ ഇങ്ങനെ പോകുമ്പോൾ മദീനത്ത് കൂടെ ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും റസൂലുള്ളാഹി തങ്ങൾക്ക് സലാം പറയാൻ പറ്റുമോ? അപ്പൊ മാലിക് റളിയല്ലാഹുവിന്റെ അഭിപ്രായം പറഞ്ഞത്, വാഹനത്തിൽ പോയിക്കൊണ്ടിരിക്കെ എന്താ പാടില്ല, സലാം പറയില്ല, നിർത്തിയിട്ട് വേണം സലാം പറയാൻ. പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സലാം പറയാൻ പാടില്ല, അത് അദബുകേടാണ്. നമ്മളിങ്ങനെ പോണ കൂട്ടത്തിൽ വാപ്പാനെ കണ്ട പോലെ പോയി അറ്റ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാണ്ട് വണ്ടിയിൽ അല്ലെങ്കിൽ ഉസ്താദിനോട് ഞാൻ പോകുക അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാണ്ട് പോണ നിർത്തിയിട്ട് ഇറങ്ങിയിട്ട് പറഞ്ഞു കണ്ട് പോകണം. അതാണ് അദബ്. അതിപ്പോ ഉസ്താദ്മാരോട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പൊ വേറുള്ള കാര്യങ്ങൾ പറയണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനപ്പെട്ടവർക്ക് മഹബത്ത്, റസൂലുള്ളാഹി തങ്ങളോട് മഹബത്ത് ഉണ്ടായതുകൊണ്ട് മദീനയിൽ നിന്ന് പുറത്തു പോകാൻ തന്നെ കഴിയൂല, മദീനന്റെ പുറത്തേക്കാണ് പോകാൻ കഴിയൂല. ബിലാൽ റളിയല്ലാഹു അൻഹുവിന് എങ്ങനെയായിരുന്നു? മദീനത്ത് നിൽക്കാൻ തന്നെ കഴിയൂല. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു സ്വഹാബിമാരിൽ പ്രമുഖനായ മഹാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലടിപ്പാട് തുടരുക എന്ന് പറഞ്ഞാൽ അത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ സ്വഹീഹില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചതായിരിക്കുന്ന സ്ഥലങ്ങളും മസാജിദുകളും മവാലികളും എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ് ഉണ്ട്. റസൂലുള്ളാഹി തങ്ങൾ നിസ്കരിച്ച സ്ഥലങ്ങൾ, മക്കയിൽ നിന്ന് മദീനയിലേക്കും മദീനയിൽ നിന്ന് മക്കയിലേക്കും യാത്ര ചെയ്യുന്ന സമയത്ത് നബി തങ്ങൾ നിസ്കരിച്ച സ്ഥലം. മദീനത്ത് നിന്ന് മക്കത്ത് പോകുമ്പോൾ വലത്ത് സൈഡിൽ, അല്ലെങ്കിൽ മക്കത്ത് നിന്ന് മദീനത്ത് പോകുമ്പോൾ ഇടത്ത് സൈഡിൽ ഇന്നാലിന്ന ഒരു പർവ്വതത്തിന്റെ ചോട്ടിൽ അവിടെ ഇങ്ങനെ വെള്ളമൊലിക്കുന്ന സ്ഥലങ്ങളുണ്ടായി, വലിയൊരു വൃക്ഷമുണ്ടായിരുന്നു, വലിയൊരു പാറയുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന സംഭവങ്ങളെ മുഴുവൻ പൊറുക്കിയെടുത്ത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആ സ്ഥലത്തൊക്കെ പോയി താമസിക്കുകയും ഇറങ്ങുകയും നിസ്കരിക്കുകയും ഒക്കെ ചെയ്ത സംഭവം ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ധരിക്കുന്നുണ്ട്. മുത്തബിഉസ് സുന്ന എന്നാണ് ഇബ്നു ഉമർ തങ്ങളെ കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത്. സുന്നത്തിന് അങ്ങേ അറ്റം ഇത്തിബാ ചെയ്ത മഹാൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മദീനത്തുണ്ടാകുമ്പോൾ അവർക്ക് റസൂലുള്ളാഹി തങ്ങളെ വഫാത്തിന് ശേഷം ഉണ്ടായിരുന്ന അനുഭവം റൗളന്റെ ഭാഗത്തേക്ക് നോക്കാൻ കഴിയൂല.
ഇങ്ങനെ തിരിഞ്ഞു നോക്കാൻ കഴിയൂല. നേരിട്ട് ഇങ്ങനെ പോകുകയാണെങ്കിൽ തിരക്കല്ല. റസൂലുള്ളാഹിന്റെ റൗളയിലേക്ക് തിരിഞ്ഞിങ്ങനെ നോക്കാൻ കഴിയുമായിരുന്നില്ല. അങ്ങനെ പല ഉദാഹരണങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ ആസാറുകൾ വ്യത്യസ്തമാണ്. അത് മുതഫാവിത്താണ്, മുഖ്തലിഫത്താണ്. ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങൾ വഫാത്ത് കേട്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ആകെ എല്ലാരെയും ഭരിച്ചിരുന്ന ആളാണ്, കിസറിനെയും കൈസറിനും മുഴുവൻ. പക്ഷേ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിനെ വേറൊരാള് ഉപദേശിച്ചുകൊണ്ട് സമാധാനിപ്പിക്കേണ്ടി വന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിനേക്ക് പരിസരം മറന്നുപോയി. റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായി എന്ന് ആരെങ്കിലും ഇന്നെ കേൾക്ക പറഞ്ഞ ഒരു തല എടുക്കുന്നു. അത് വേറൊരു ഒരു 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 അവസ്ഥയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങൾ വഫാത്തിന്റെ വാർത്ത കേട്ട് ഒരു ഓകാലത്തും അങ്ങനെ കുത്തിരിക്കുക. ഉമർ റളിയല്ലാഹു അൻഹു അതിലങ്ങനെ പോയിട്ട് സലാം പറഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു സലാം അടക്കില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു സലാം അടക്കില്ല. മുബ്തദി ആയതുകൊണ്ടൊന്നുമല്ല, വഹാബി ആയതുകൊണ്ടൊന്നും അല്ല. പക്ഷെ സലാം അടക്കില്ല. ഉമർ റളിയല്ലാഹു അൻഹു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടുത്ത് ചെന്നുകൊണ്ട് പറഞ്ഞു, സിദ്ദീഖ് എന്നവരെ, ഞാൻ വരുന്ന വഴിക്ക് ഉസ്മാൻ എന്നവരെ കണ്ടു, ഞാൻ സലാം പറഞ്ഞു, എന്റെ സലാം അടക്കില്ല. അത് ഉണ്ടാവില്ല. നിങ്ങൾ ഒന്നിരിക്കും നിങ്ങൾ സലാം പറഞ്ഞിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവില്ല. അല്ല, രണ്ടും അല്ല. ഞാൻ കേൾക്കത്തൊക്കെ എനിക്ക് എന്നെ പറഞ്ഞിട്ട് എന്റെ സലാം അടക്കിയിട്ടില്ല. എന്നാ നമുക്കതൊന്ന് പോയി ചോദിച്ചാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു കൂടി മടങ്ങി വന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അടുത്ത് വന്നപ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്തോ ഒരു ഹൈറാനിയത്തില. അതല്ല ഉസ്മാൻ എന്നവരെ, ഉമർ റളിയല്ലാഹു അൻഹു നിങ്ങളോട് സലാം പറഞ്ഞല്ലോ, ഉമർ സലാം പറഞ്ഞിട്ട് നിങ്ങൾ സലാം അടക്കേനി എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോ എപ്പോ? ഞാൻ പറഞ്ഞിട്ടില്ല. അത് മഹബത്തിന്റെ മറ്റൊരു ഉദാഹരണം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു എന്നും ബാങ്കൊലി നമ്മൾ കേൾക്കണില്ലേ? അതിന്റെ കാരണക്കാരൻ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങളെ വഫാത്ത് കേട്ടപ്പോ എന്താ ചെയ്തത്? അദ്ദേഹത്തിന്റെ ഈത്തപ്പനത്തോട്ടത്തിൽ ഇരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി തങ്ങളെ വഫാത്തിന്റെ വാർത്ത വരുന്നത്. ആ സമയത്തിന് 2 ചൂണ്ടാമ്പരലും കണ്ണിലേക്ക് ഇറക്കിയിട്ട് 2 കണ്ണും പറിച്ച് നിലത്ത് കിടക്കും. ഇനി റസൂലുള്ളാഹി തങ്ങളെ കാണാൻ എനിക്ക് സാധ്യതയില്ലല്ലോ, കാരണം റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായല്ലോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇനി കണ്ണുകൊണ്ട് ഇനി വേറെ ഒരാളെയും കാണണ്ട, ഇക്കണ്ണുകൊണ്ട് ഇനി വേറെ ഒരാളെയും കാണണ്ട. ഇങ്ങനെ സ്വഹാബാക്കളുടെ ഉദാഹരണങ്ങൾ എടുത്തു നോക്കിയാൽ ഹദീസുകളിൽ നിന്ന് നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. അപ്പോ മഹബത്ത് എന്ന് പറഞ്ഞത് അയാൾ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുക, ഇയാൾ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുക എന്ന് പറഞ്ഞത് നടക്കൂല, കഴിയൂല. നമ്മളെ പരിധിയിൽ നിന്ന് സ്നേഹിക്കുക. അങ്ങനെ ആരെ കൊണ്ടേലും കഴിയുമോ? അങ്ങനെ ഒരനുഭവം നമ്മൾക്ക് ഉണ്ടാകുന്നത് വരെ സ്നേഹിക്കാൻ കഴിയൂലല്ലോ. പിന്നെ സ്നേഹം എന്ന് പറഞ്ഞ സാധനം, ലൈല മജ്നൂന്റെ കഥകളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ലൈലനെ പ്രേമിച്ച മജ്നൂൻ, അദ്ദേഹം ലൈലനെ പ്രേമിച്ച് ഇഷ്ക് വെച്ച് മഹബത്ത് വെച്ച് അങ്ങനെ നടക്കുന്ന കൂട്ടത്തിൽ ലൈലനെ കാണുമ്പോഴും ലൈലനെ കണ്ടിട്ടില്ലെങ്കിലും ഉറക്കിലും ഉണർവിയിലും ഒക്കെ ലൈല 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 അല്ലാത്തൊരു ചിന്ത തന്നെയല്ല. ലൈലന്റെ വീട് അത് കണ്ണു കാണും, ലൈലന്റെ മതില് അത് കണ്ണു കാണും, ലൈലന്റെ വാഹനം, ലൈല പോയ വഴി എവിടെങ്കിലും വെച്ചുകാണ്ട് വല്ല പീഡിയക്കൊലയും ഒന്നും കണ്ടിട്ടുണ്ടെങ്കിൽ ആ പീഡിയക്കൊലയും എൻ്റെ മനസ്സിന് ഓടില്ല. ഇങ്ങനെയാണ് ലൈലയും മജ്നൂനും തമ്മിലുണ്ടായി. ഒരിക്കൽ മജ്നൂനെ ഒരു വഴിക്ക് ഇങ്ങനെ പോകുമ്പോ ഒരു നായനെ കണ്ടു. മജ്നൂൻ വഴിയിൽ വെച്ച് കണ്ടൊരു നായനെ കണ്ടു. നായനെ കണ്ടപ്പോ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് വണ്ടിമെന്ന് ഇറങ്ങിയിട്ട് തുണിയൊക്കെ വലിച്ചുകാണ്ട് തട്ടൊക്കെ വലിച്ചിട്ട് ആ നായിൻ്റെ അടുത്ത് ചെന്നിട്ട് നായിനങ്ങനെ തടഞ്ഞു കൊടുക്കുന്നു, കജ്ജും കാലും ഒക്കെ തടഞ്ഞു കൊടുക്കുന്നു, ചുംബിക്കണ് ഇങ്ങനെ നായിനെ. അപ്പോ ഇയാളെ അസുഖമുള്ളത് ആൾക്കാർക്കൊക്കെ അറിയാം. അപ്പൊ അയാളോട് ചോദിച്ചു, എൻ്റെ
നായനെ കണ്ടപ്പോ ലൈലെന്ന് കരുതിയോ എന്ന് ചോദിച്ചു, ആക്ഷേപിച്ചു. ഫലാമൂഹു അലാമാ കാന മിൻഹു, അദ്ദേഹത്തിൽ നിന്നുണ്ടായ ഈ അനുഭവങ്ങൾ കണ്ടപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ആക്ഷേപിച്ചു. ഫഖാല, അപ്പൊ അദ്ദേഹം പറഞ്ഞു, ദഉൽ മഅലാമ ഫഇന്ന ഐനി റഅതുഹു മറത്തൻ ഫീ ദാരി ലൈല. നിങ്ങൾ എന്നെ ആക്ഷേപിക്കണ്ട, നിങ്ങൾ എന്നെ ആക്ഷേപിക്കണ്ട. ദഉൽ മലാമ, ആക്ഷേപത്തിനെ നിങ്ങൾ വിട്ടോളൂ, ആക്ഷേപിക്കണ്ട. ഫഇന്ന ഐനി, തീർച്ചയായും എൻ്റെ കണ്ണ് റഅതുഹു മറത്തൻ ഫീ ദാരി ലൈല, ആ നായനെ ഒരിക്കൽ ലൈലന്റെ മുറ്റത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് നിർവചിക്കാൻ കഴിയൂല, അതിനെ തൈരീഫ് ചെയ്യാൻ ഒരാൾക്കും പൂർണ്ണമായി ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്താണ് സ്നേഹം? അത് പറയാൻ എത്രയോ മുഅരിഫീങ്ങൾ ഒരുങ്ങിയിട്ട് നടന്നിട്ടില്ല, അത് പൂർണ്ണമായിട്ടില്ല. ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹുവിന്റെ മഹബ്ബത്ത് വ അസ്ബത്തൽ വജദു ഖത്വൈ അബ്റത്തിൻ വളന മിസലൽ ബഹാരി അലാ ഖദ്ദൈക വൽ ആനമീ. അങ്ങനെ നീണ്ടുപോകും സംഭവങ്ങൾ. സംസ്കരിക്കണം. ഒരുപാട് ഉമ്മമാര് അവിടെ വിശന്നിരിക്കുന്നുണ്ട്, ചെറിയ കുട്ടികളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സറിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് വെക്കാൻ ഇതൊക്കെ നമ്മൾക്ക് കാരണങ്ങളാക്കി തെരുമാറാറുണ്ട്. അല്ലാഹു നമ്മൾ ചെയ്യുന്ന ഈ നല്ല കാര്യങ്ങളൊക്കെ അവൻ നല്ല അർത്ഥത്തിൽ അതിനെ കബൂൽ ചെയ്യുമാറാവട്ടെ. അർഹമായ മാത്രമല്ല അതിൻ്റെ അപ്പുറമുള്ള പ്രതിഫലം അല്ലാഹു തആല നൽകി നമ്മളോട് സഹകരിക്കുമാറാവട്ടെ. റഹമുറാഹിമായ റബ്ബിൻ്റെ മുമ്പിൽ രക്ഷപ്പെടാനുള്ള ഒരു അമലും നമ്മളെ കയ്യിലില്ല. അള്ളാഹുവിൻ്റെ മുമ്പിൽ സ്വീകരിക്കാൻ പറ്റാവുന്ന ഒരു അമലും നമ്മളെ കയ്യിലില്ല. ഒരു മഹാൻ അല്ലാഹു തആലാനോട് പ്രാർത്ഥിച്ചവ പറഞ്ഞു, പടച്ചോനെ, എൻ്റെ അടുത്ത് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു സ്വാലിഹായ അമലും എൻ്റെ കയ്യിലില്ല. എൻ്റെ അടുത്തുള്ളത് എനിക്ക് സ്വീകരിക്കാൻ തന്നെ പറ്റൂല. എൻ്റെ കയ്യിലുള്ളത് എന്ന് കരുതിയ ഞാൻ നിസ്കരിച്ച നിസ്കാരം എൻ്റെ നോലുമ്പോൾ ഞാൻ എന്തെങ്കിലും വല്ല ദാനധർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് സ്വീകരിക്കാൻ മാത്രം മതിയായതല്ല. ഒരുപാട് മോശം അതിലുണ്ട്. പക്ഷേ എനിക്ക് എന്നോട് പറയാനുള്ളത്, എനിക്ക് ആഫ് ചെയ്യണം. എൻ്റെ അടുത്തൊന്നുമില്ല, എൻ്റെ അടുത്ത് വരാൻ എൻ്റെ അടുത്തൊന്നുമില്ല എന്ന് കരുതി ഇതെന്നെ തട്ടിക്കളയരുത്, ഇതെന്നെ അഫു ചെയ്യണം എന്ന് മഹാന്മാര് പറഞ്ഞതുപോലെ അള്ളാഹുവെ, ഞങ്ങൾക്ക് നീ പുറത്തു തരണം, ഞങ്ങൾക്ക് നീ മാപ്പ് തരണം. ഞങ്ങൾ ഏത് ഒരു അബദാണ് തെറ്റ് ചെയ്യാത്തൊരു അബദ് ഏതാണ് നിനക്കുള്ളത് എന്ന് മറ്റൊരു മഹാൻ ചോദിച്ചല്ലോ. എന്നതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ആഖിബത്ത് നന്നാക്കി തെരുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല കൊടുത്തിട്ടുള്ള ജാഹ്, നബി തങ്ങളുടെ ജാഹിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മരിച്ചോളം ആലോചിച്ചാലോ മനസ്സിലാവില്ല. അത്രയും വലിയ ജാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ആ ജാഹ് കൊണ്ട് അവരെ ഉമ്മത്തിൽപ്പെടാൻ അള്ളാഹു നമ്മൾക്ക് ഭാഗ്യം നൽകി. അവിടുത്തെ ഹിദായത്തിൻ്റെ ആളുകളാകാൻ നമ്മൾക്ക് അള്ളാഹു ഭാഗ്യം നൽകി. അതിൻ്റെ കബൂലിയത്തും കൂടി അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അവസാനിപ്പിക്കുന്നു ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.